നമ്മുടെ എല്ലാ ലൈഫിൽ നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ വരെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടാവും. സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഭഗവാനെ പൂജിച്ചിട്ട് ഒരിക്കലും ഭഗവാൻ സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ പല പല ആളുകളും പറയും, ഭഗവാൻ ഗുരുവായൂരപ്പനെ പൂജിച്ചിട്ട് എന്റെ ജീവിതം വരെ നശിച്ചു പോയി, എന്റെ ജീവിതം നരകപൂർണ്ണമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഭഗവാനെ പൂജിച്ചിട്ട് ഒരാളുടെ ജീവിതം നശിക്കില്ല. ഡെഫിനറ്റ്ലി ഒരാളുടെ ജീവിതം നശിക്കില്ല. നമ്മളെ രക്ഷിക്കാൻ മാത്രമേ ഭഗവാന് സാധിക്കുള്ളൂ, നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ല. അത്രയും കരുണാസാഗരാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. നമ്മുടെ ഉണ്ണിയാണ്, നമ്മുടെ കണ്ണനാണ്, നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അദ്ദേഹം നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഏകൊരു വ്യക്തിയാണ്. നമ്മുടെ തളർച്ച കാണാനും നമ്മുടെ നാശം കാണാനും അദ്ദേഹം ആഗ്രഹിക്കില്ല. ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുകളെ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ജീവിതം നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്തവയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന് ഭഗവാൻ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. ഭഗവാനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് നാമജപത്തെ കുറിച്ച് പറഞ്ഞാലോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ സന്ധ്യാസമയത്ത് മറ്റു വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് കാണാൻ സാധിക്കും, ഉച്ചത്തിൽ നാമം ജപിക്കുന്നത് കേൾക്കാനും കാണാനും സാധിക്കും. വളരെ പോസിറ്റീവ് എനർജിയാണ് ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അത് കാണപ്പെടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാമം ജപിക്കുമ്പോൾ മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവൾക്ക് ഭയങ്കര ഈശ്വര ഭക്തിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കാണിക്കാനായിട്ടാണെന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നാമജപത്തിന് വളരെയധികം നമ്മളെ ഏതൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. നാമജപത്തിന് അത്രയും പവർഫുള്ളാണ് നാമജപം. ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഭഗവാന്റെ ഒരു വലയം ഉണ്ടാവുമെന്ന് പറയുക. പല ആളുകൾക്കും നാമജപം എന്താണെന്നറിയാത്ത ആളുകളുണ്ട്. നമ്മുടെ എല്ലാ ലൈഫിൽ നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പം നിൽക്കുന്ന പൊസിഷൻ വരെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടാവും. സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. ഭഗവാനെ പൂജിച്ചിട്ട് ഒരിക്കലും ഭഗവാൻ സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ പല പല ആളുകളും പറയും, ഭഗവാൻ ഗുരുവായൂരപ്പനെ പൂജിച്ചിട്ട് എന്റെ ജീവിതം വരെ നശിച്ചു പോയി, എന്റെ ജീവിതം നരകപൂർണ്ണമായി എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഭഗവാനെ പൂജിച്ചിട്ട് ഒരാളുടെ ജീവിതം നശിക്കില്ല. ഡെഫിനറ്റ്ലി ഒരാളുടെ ജീവിതം നശിക്കില്ല. നമ്മളെ രക്ഷിക്കാൻ മാത്രമേ ഭഗവാന് സാധിക്കുള്ളൂ, നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ല. അത്രയും കരുണാസാഗരാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ. നമ്മുടെ ഉണ്ണിയാണ്, നമ്മുടെ കണ്ണനാണ്, നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അദ്ദേഹം നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഏകൊരു വ്യക്തിയാണ്. നമ്മുടെ തളർച്ച കാണാനും നമ്മുടെ നാശം കാണാനും അദ്ദേഹം ആഗ്രഹിക്കില്ല. ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുകളെ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ജീവിതം നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്തവയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിന് ഭഗവാൻ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. ഭഗവാനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ നശിക്കാനായിട്ട് വിടില്ല. നമ്മളുടെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഹരി നമ്മുടെ